ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ പോലെയല്ല മലയാളികൾ. മലയാളിക്ക് ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് മേളയിൽ നമ്മൾ കണ്ടത് ആ ലഹരിയിൽ ശേഷം ഇവിടുത്തെ യുവതി യുവാക്കൾ ആ ലഹരിയിൽ അമരുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ വേൾഡ് കപ്പ് ഫൈനലിന് പൊതു അവധി നൽകിയതും ഉചിതമായ ഒരു നടപടിയാണ്. ഈ നമ്മുടെ ഫുട്ബോൾ കളിയും അതേപോലുള്ള കായിക വിനോദങ്ങളിൽ യുവതി യുവാക്കൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മയക്കുമരുന്നിൽ നിന്ന് പുറത്തു വരാൻ നല്ലൊരു ഉപാധിയാണ് എന്നും നമ്മുടെ സ്പോർട്സ് കാര്യമന്ത്രി OJ ജനീഷ് ഈ വേൾഡ് കപ്പ് ഫൈനലിന് തൊട്ട് മുമ്പ് നടന്ന ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി. അത് തീർത്തും ശരിയാണ്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ലഹരി എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും സൂക്ഷ്മമായിട്ടും ലളിതമായിട്ടും തിരിച്ചറിയുക എന്നുള്ളതാണ്. മദ്യം ഉപയോഗിക്കുമ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴും ലഭിക്കുന്നത് ലഹരിയാണ്. ഫുട്ബോൾ കളിയിൽ ഏർപ്പെടുമ്പോഴും അതല്ലെങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും അതിലേർപ്പെടുന്നവർ അനുഭവിക്കുന്നത് ലഹരി തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിസൂക്ഷ്മമായി ഈ ലഹരി എന്നുള്ളത് കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യുവാക്കളിലേക്കാണെങ്കിലും മുതിർന്നവരേക്കാണെങ്കിലും ഈ ലഹരി പകർന്നു നൽകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമുക്കിവിടെ പറയാം ഏതെങ്കിലും ഒരു കലയാണ് ലഹരി, കളിയാണ് ലഹരി എന്നൊക്കെ പറയാം. പക്ഷെ അവിടെ ഈ ലഹരി സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുന്നു. ഈ അവ്യക്തത മാറിയിട്ട് എന്താണ് ലഹരി എന്നുള്ളത് അതിസൂക്ഷ്മവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലഹരിയിലേക്ക് ഓരോ മലയാളിയെയും പ്രായഭേദമന്യേ അനായാസമായി ഉയർത്തിവിടാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പൊതു ചർച്ചയുടെ ഇടവും കൂടിയാണ്. നമുക്ക് തന്നെ ഒന്ന് കൂട്ടായി ചിന്തിക്കാം, എന്താണ് ഈ ലഹരി, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ലഹരി എന്നുള്ളത്.